കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ പൊതുഗതാഗതത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. പതിറ്റാണ്ടുകളായി നഷ്ടത്തിലും കടബാധ്യതയിലും ഉലയുന്ന KSRTC ഇപ്പോൾ ഒരു വലിയ നയമാറ്റത്തിന്റെ പാതയിലാണുള്ളത്. യാത്രക്കാരുടെ ലിംഗഭേദം തിരിച്ചുള്ള കണക്കെടുപ്പിനായി ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായം നടപ്പിലാക്കാൻ സർക്കാർ ഉത്തരവിട്ടതോടെ സംസ്ഥാനം മറ്റൊരു ചരിത്രപരമായ പരിഷ്കാരത്തിലേക്ക് പടികൾ കയറുകയാണ്. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി ഈ നടപടിയെ കാണാം. ഇതുവരെ KSRTC ബസ്സുകളിൽ ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരുടെ എണ്ണവും യാത്ര ചെയ്യുന്ന ദൂരവും മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം കണ്ടക്ടർമാർ തങ്ങളുടെ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പ്രത്യേകം സെലക്ട് ചെയ്യണം. ഓരോ റൂട്ടിലും ഓരോ ട്രിപ്പിലും എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നതിന്റെ കൃത്യമായ കണക്ക് ഡിജിറ്റലായി സർക്കാരിന് ലഭ്യമാകും. ഭാവിയിൽ സ്ത്രീകൾക്കായി കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നതിനും സബ്സിഡി തുക കൃത്യമായി കണക്കാക്കുന്നതിനും ഈ വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ UDF മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിയ ശക്തി പദ്ധതിയുടെ വിജയം കേരളത്തിലും ആവർത്തിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം കൈവരിച്ച സാഹചര്യത്തിൽ ഭരണത്തിലേറുന്നതിന് മുന്നോടിയായി തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പദ്ധതി സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും തൊഴിൽ മേഖലയിലെ പങ്കാളിത്തത്തിനും വലിയ കരുത്തു പകരുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. കർണാടകയിൽ നടപ്പിലാക്കിയ ശക്തി പദ്ധതി പ്രകാരം കോടിക്കണക്കിന് സ്ത്രീകളാണ് പ്രതിമാസം സർക്കാർ ബസ്സുകളെ ആശ്രയിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കിയതോടെ ബസ്സുകളിലെ തിരക്ക് വർദ്ധിക്കുകയും സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മെച്ചപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ സാമ്പത്തിക ഭാരം സർക്കാർ ഖജനാവിനാണ്. കേരളത്തിലും സമാനമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിദിനം ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ യാത്രാ ചെലവ് സർക്കാർ വഹിക്കേണ്ടി വരും. ഇതിലൂടെ KSRTCക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ കൃത്യസമയത്ത് നികത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം. നിലവിൽ പെൻഷനും ശമ്പളവും നൽകാൻ കഷ്ടപ്പെടുന്ന KSRTCക്ക് ഈ പുതിയ പദ്ധതി താങ്ങാനാകുമോ എന്ന ആശങ്ക പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും ഉയർത്തുന്നുണ്ട്. സൗജന്യ യാത്ര എന്നത് കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത് വലിയൊരു കടമ്പയാണ്. ഓരോ മാസവും നൂറുകണക്കിന് കോടി രൂപ സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരും. യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കേണ്ടി വരും. നിലവിൽ സ്പെയർ പാർട്സുകൾ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് കോർപ്പറേഷൻ. തിരക്കേറിയ ബസ്സുകളിൽ ഓരോ ടിക്കറ്റിലും ജെൻഡർ രേഖപ്പെടുത്തുന്നത് സമയമെടുക്കുന്ന കാര്യമാണ്. ഇത് കണ്ടക്ടർമാരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുമെന്നും ടിക്കറ്റ് വെട്ടിപ്പുകൾക്ക് ഇടയാക്കിയിരിക്കുമെന്നും യൂണിയനുകൾ ഭയപ്പെടുന്നു. കേരളത്തിലെ ഗതാഗത സംവിധാനത്തിന് നട്ടെല്ല് 12,000-ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളാണ്. KSRTCയിൽ മാത്രം സൗജന്യയാത്ര അനുവദിക്കുന്ന സ്വകാര്യ ബസ് ഉടമകളെ വലിയ പ്രതിസന്ധിയിലാക്കും. സ്ത്രീകൾ പൂർണ്ണമായും KSRTCയെ ആശ്രയിക്കാൻ തുടങ്ങുന്നതോടെ സ്വകാര്യ ബസ്സുകളിലെ വരുമാനം കുത്തനെ ഇടിയും. സ്വകാര്യ ബസ് മേഖല തകർന്നാൽ അതിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും. സ്വകാര്യ ബസ്സുകൾക്ക് സബ്സിഡി നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ടോ ഉള്ള ഒരു രീതി നടപ്പിലാക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. സാമ്പത്തിക വശങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ പദ്ധതി സാമൂഹികമായി വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. യാത്രാ ചെലവ് കുറയുന്നതോടെ വീടിന് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കൂടുതൽ സ്ത്രീകൾ തയ്യാറാകും. സർക്കാർ ബസ്സുകൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. ദൂരസ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാകും. പുതിയ ഉത്തരവ് പ്രകാരം KSRTCയുടെ എല്ലാ ഡിപ്പോകളിലും കണ്ടക്ടർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി വരികയാണ്. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. നാളെ മുതൽ തന്നെ എല്ലാ ബസ്സുകളിലും ജെൻഡർ രേഖപ്പെടുത്തിയ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങും. ഇതിലൂടെ ലഭിക്കുന്ന ആദ്യ മാസത്തെ കണക്കുകൾ പരിശോധിച്ച ശേഷമായിരിക്കും സൗജന്യ യാത്രാ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. KSRTCയിൽ നടപ്പിലാക്കിയ ജെൻഡർ ടിക്കറ്റിംഗ് വെറും ഒരു സാങ്കേതിക പരിഷ്കാരമല്ല, മറിച്ച് കേരളത്തിന്റെ പൊതുഗതാഗത നയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് ഈ പദ്ധതി മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും കരുത്തുറ്റ സ്വകാര്യ ബസ് മേഖലയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിക്കൂ. വരാനിരിക്കുന്ന പുതിയ സർക്കാർ ഈ സങ്കീർണമായ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.